Good morning. Okay, എല്ലാവർക്കും good morning. Okay, Sharanya, good morning, Shilpa, Devika, Rania, okay, Dipti, Nisha, Dixie, Donna, okay. എല്ലാവർക്കും good morning. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരും? ഓക്കെ, കഴിച്ചു. ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ, ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് പഠിച്ചത്. ആ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ചാപ്റ്റർ നല്ലപോലെ പഠിക്കാം. എന്താണ് ICU എന്താന്ന് പഠിക്കുക, അതിൽ പ്രധാനപ്പെട്ട ഒരു ICUയിൽ കെയർ ചെയ്യുന്ന പേഷ്യൻസ് ആരൊക്കെയാണ്, പിന്നെ ICUവിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ്ഡ് യൂണിറ്റ് ICU എന്താണ്, ഓപ്പൺ യൂണിറ്റ് ICU എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ആരാണ് രജിസ്ട്രാർ ഇൻ ICU, സീനിയർ റെസിഡന്റ് ഡോക്ടറാണ്. അതേസമയം ICUവിലെ റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് ജൂനിയർ റെസിഡന്റ് ഡോക്ടറിനാണ്. പിന്നെ നമ്മൾ ICU അഡ്മിഷൻ ക്രൈറ്റീരിയനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ, 5 ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. പിന്നെ റൂട്ടീൻ ആയിട്ടുള്ള ICU റൗണ്ട്സ് എന്ന് പറയുന്നത് മോർണിംഗ് ആണ്, 9 to 11 AM. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ICU ഇൻചാർജ് അഥവാ ഒരു ഇന്റൻസിവിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ICU സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണെന്ന് പറഞ്ഞത് ICU ടീമിനും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്കും വേണ്ട എല്ലാവിധ പിന്തുണ കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് ആരെന്ന് പറയുന്നത് ICU സെക്രട്ടറി അല്ലെ. അദ്ദേഹത്തിന്റെ കുറെ റെസ്പോൺസിബിലിറ്റി ഞാൻ നമ്മളതിനെ പറഞ്ഞത്. അത് ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ, നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ? എന്നിട്ട് വായിച്ചു നോക്കിയോ? ICU ചാപ്റ്റർ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ. ഓക്കെ, അപ്പോ മൊഡ്യൂൾ 1-നകത്ത് എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സുകൾ അതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 2-ലാണ് കേട്ടോ. എനിക്ക് തന്നിരിക്കുന്ന ചാപ്റ്റേഴ്സ് കിടക്കുന്നത് മൊഡ്യൂൾ 2-ലാണ്. അപ്പൊ അതിനകത്ത് ചാപ്റ്റർ ആണ് ഇന്നിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പുതിയൊരു ചാപ്റ്റർ ആണ് മൊഡ്യൂൾ 2-ലെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, ബ്ലഡ് ബാങ്ക്. നമുക്കൊരു സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പോവുകയായിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് എളുപ്പമുള്ള ചാപ്റ്ററിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ചാപ്റ്റർ നമ്പർ മൊഡ്യൂൾ 2-നകത്ത് 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന് വരാറുണ്ട്. അപ്പൊ നമ്മള് ബ്ലഡ് ബാങ്കിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് ബ്ലഡ് ബാങ്കിനെ പറ്റി എല്ലാവരും ബ്ലഡ് ബാങ്ക് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, എന്താണ് നിങ്ങളുടെ ഒരു ഐഡിയ? എന്താണ് എന്തായിരിക്കും ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോ? ആർക്കൊന്നും പറയാനില്ല? ഓക്കെ, എന്താണ് ബ്ലഡ് ബാങ്ക്? ഓക്കെ, വെരി ഗുഡ്. ലിസ്മ പറഞ്ഞു ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നു. നവ്യ പറഞ്ഞു സ്റ്റോറേജ് ബ്ലഡ്. ദേവിക പറഞ്ഞു ബ്ലഡ് കളക്ട് ചെയ്യുന്നു. അലക്ക അല്ലെ, അലക്ക പറയുന്നു സ്റ്റോറേജ് ബ്ലഡ് ആണോ? അതെ, സ്റ്റോറേജ് ആണ് കേട്ടോ. സ്റ്റോറേജ് മാത്രമല്ല ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നു നിഷ പറയുന്നത്. നിങ്ങൾ പറഞ്ഞല്ല എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. നമുക്ക് അത്രയാണ് അറിയാവുന്നത് അല്ലെ. എന്താണ് ബ്ലഡ് കളക്ട് ചെയ്യുകയും ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, ബ്ലഡ് ബാങ്കിനകത്ത് മറ്റൊരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം ബ്ലഡ് ബാങ്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബ്ലഡിനെ പറ്റി അറിയാം അല്ലെ. ബ്ലഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ജീവന്റെ നദി എന്നാണ് ബ്ലഡ് അറിയപ്പെടുന്നത് ആണല്ലോ. ഓക്കെ,
പിന്നെ നമുക്കറിയാം ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയാ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം രക്തദാനം മഹാദാനം എന്നാണ് പറയാ അല്ലെ. കാര്യം നമ്മുടെ ജീവന്റെ നദിയാണ് ബ്ലഡ് എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വലിയ ഒരു നല്ലൊരു കാര്യമാണ് അല്ലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ആളുകളുണ്ടോ? ക്ലാസ്സിനകത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടോ? ആരെങ്കിലും മുൻപ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ആർക്കൊരു ഉഷാറില്ലാത്തത്? മൺഡേ മോർണിംഗ് ഇല്ല. ഓക്കെ, ശരിയില്ല, ശരണ്യയില്ല അല്ലെ. ആരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടില്ല അല്ലെ. പക്ഷെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് കേട്ടോ. കുഴപ്പമില്ല, ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്കൊരു ബ്ലഡ് ഡൊണേഷൻ, ബ്ലഡ് ബാങ്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ഓർത്തിട്ടാണ്. അപ്പൊ ബ്ലഡ് ഡൊണേഷനെ പറ്റി പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. വയസ്സാണ് ഞാൻ പറഞ്ഞത്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാല് 18 വയസ്സിന് താഴെയുള്ളവരോ 65 വയസ്സിന് മുകളിലുള്ളവരോ ഒരു കാരണവശാലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ശരീരഭാരം കേട്ടോ. ശരീരഭാരം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഏവറേജ് 45 കിലോഗ്രാം ശരീരഭാരമുള്ളവരാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ പൊതുവെ എന്ന് പറയുമ്പോൾ 3 മാസത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. അത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ കുഴപ്പമില്ല. 3 മാസത്തിൽ ഒരിക്കലും നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ 4 മാസമാണ്, 4 മാസത്തിൽ ഒരിക്കലാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. പക്ഷെ അത് അവരുടെ ഹെൽത്തിനെ ആശ്രയിച്ച് അവർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ ആണെങ്കിൽ അവർക്ക് 3 മാസത്തിൽ ഒരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള്, മുലയൂട്ടുന്ന അമ്മമാര്, അങ്ങനെയുള്ളവരൊന്നും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ബ്ലഡില് എത്ര കമ്പോണൻസുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ബ്ലഡിൽ എത്ര കമ്പോണന്റുകൾ ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ജസ്റ്റ് തെറ്റിക്കോട്ടെ, അത് കുഴപ്പമില്ല. ബ്ലഡിൽ എത്ര കമ്പോണന്റ് ഉണ്ട്? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ, എത്ര കമ്പോണന്റ് ഉണ്ട് ബ്ലഡിനകത്ത്? ഓക്കെ, പ്ലാസ്മ. വെരി ഗുഡ്, കറക്റ്റ് ആണ് ആര്യ. സൽമ പറയുന്നത് 4 കമ്പോണന്റ്, കറക്റ്റ് ആണ് കേട്ടോ. ആര്യ അച്ചു പറഞ്ഞു ബ്ലഡ് സെൽസ്. ഓക്കെ, ബ്ലഡ് സെല്ലുകളുണ്ട്. പിന്നെ എത്ര കമ്പോണന്റുകളുടെ എണ്ണപ്പോ സൽമ പറഞ്ഞത് കറക്റ്റ് ആണ്, 4 കമ്പോണന്റ് കേട്ടോ. 4 കമ്പോണന്റ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ബ്ലഡിൽ പ്രധാനമായിട്ട് 4 കമ്പോണന്റുകൾ ഉണ്ട്. ആ കമ്പോണന്റുകളെ പറ്റിയും അതിന്റെ ഫങ്ഷൻസിനെ പറ്റിയൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബ്ലഡ് ബാങ്കിലോട്ട് വരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ 1ാം ലോക മഹായുദ്ധ കാലത്ത് നമ്മുടെ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് ആദ്യമായിട്ട് ഈ ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അവരാണ്, ആ ഒരു കാലഘട്ടത്തിൽ കേട്ടോ. അപ്പൊ അന്നത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹോൾ ബ്ലഡ് ആയിട്ടാണ് കളക്ട് ചെയ്തിരുന്നത്. ഹോൾ ബ്ലഡ് കേട്ടോ, WHOLE ഹോൾ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഹോൾ ബ്ലഡ് ആയിട്ടാണ് അന്ന് കളക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇന്നും അങ്ങനെ തന്നെ മൊത്തമായിട്ട് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് കുപ്പികളിലായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ സൂക്ഷിച്ചിരുന്നത് കേട്ടോ. പണ്ടത്തെ ആ കാലഘട്ടമാണ് പറഞ്ഞത്. ഹോൾ ബ്ലഡ് ആയിട്ട് കളക്ട് ചെയ്തിട്ട് അന്ന് കുപ്പികളിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ഹോൾ ബ്ലഡ് ആയിട്ട് തന്നെയാണ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ഡൊണേറ്റ് ചെയ്തിരുന്നതും അന്ന് തന്നെ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളൊരു ഹോൾ ബ്ലഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ കമ്പോണന്റുകളും ഉണ്ടായിരിക്കും അല്ലെ. അത് മൊത്തമായിട്ട് നമ്മൾ ഒരാളുടെ ശരീരത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തില് ഫ്ലൂയിഡ് ഓവർലോഡ് ആവാനായിട്ട് കാരണമാകും. മനസ്സിലായോ? ഫ്ലൂയിഡ് ഓവർലോഡ് ആവുകയും അതുമൂലം മറ്റു പല കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും എന്താണ്, എല്ലാ കമ്പോണന്റുകളും ആവശ്യമില്ല അല്ലെ. എല്ലാവർക്കും എല്ലാ കമ്പോണന്റും ആവശ്യമില്ല. ഇപ്പോ ആവശ്യമുള്ള കമ്പോണന്റ് മാത്രം എന്ത് ചെയ്താൽ മതി, സപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് ഹോൾ ബ്ലഡ് മൊത്തമായിട്ട് ഒരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് ഓവർലോഡ് വരികയും മറ്റുള്ള കോംപ്ലിക്കേഷൻ വരും അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ, വിളർച്ചയുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ചുവന്ന രക്താണുക്കളുടെ അഭാവമായിരിക്കും ഉണ്ടായിരിക്കാൻ, RBCയുടെ കൗണ്ട് ആയിരിക്കും അവർക്ക് കുറവ്. അപ്പൊ അവർക്ക് RBC എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രം എന്ത് ചെയ്താൽ മതി, സപ്ലൈ ചെയ്താൽ മതി.
ചില ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് WBC എന്ന് പറയുന്ന കമ്പോണന്റ് ആയിരിക്കും കുറവ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ഒരു കമ്പോണന്റ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മുടെ ഡെങ്കി ഫീവർ ഒക്കെ വരില്ലേ, ഡെങ്കിപ്പനി ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്ലേറ്റ്ലെറ്റിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രം കൊടുത്താൽ മതി. പിന്നെ ലിവർ ഡിസീസ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ശരീരത്തിനകത്ത് പ്ലാസ്മ എന്ന് പറയുന്ന കമ്പോണന്റ് ആയിരിക്കും കുറവ്. ഓക്കെ, അപ്പൊ അവർക്ക് ആ ഒരു കമ്പോണന്റ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ എല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ള കമ്പോണന്റ് മാത്രം സപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ നിന്നിട്ട് നിലവിൽ ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഹോൾ ബ്ലഡ് കളക്ട് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ ഡിഫറെന്റ് കമ്പോണന്റുകളാക്കിയിട്ട് മാറ്റും. ഓക്കെ, ഡിഫറെന്റ് കമ്പോണന്റ് ആക്കുന്നത്. RBC ഒരു കമ്പോണന്റ്, WBC ഒരു കമ്പോണന്റ്, പ്ലേറ്റ്ലെറ്റ് ഒരു കമ്പോണന്റ്, പ്ലാസ്മ ഒരു കമ്പോണന്റ്, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് കമ്പോണന്റുകളായിട്ട് ബ്ലഡ് ബാഗുകളിലാണ് ഇപ്പൊ സൂക്ഷിക്കുന്നത്. പണ്ട് ഞാൻ പറഞ്ഞ കുപ്പിയിലായിരുന്നു, ഷിപ്പ് അങ്ങനെയല്ല, ബ്ലഡ് ബാഗുകളിലാക്കിയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരു മദർ ബാഗ് ഉണ്ടായിരിക്കും, അതിനോടനുബന്ധിച്ച് കുറച്ച് സപ്ലിമെന്ററി ബാഗുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിനകത്താണ് ഓരോ ബാഗിനകത്ത് ഓരോ കമ്പോണന്റുകളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആവശ്യമുള്ള കാർക്ക് വരുന്ന പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണോ, അവർക്ക് എന്ത് കമ്പോണന്റ് ആണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു കമ്പോണന്റ് അവർക്ക് സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിലവിൽ ബ്ലഡ് ബാങ്കിൽ ഉള്ളത്. പിന്നെ അത്യാവശ്യം ഒരു ശരാശരി ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് ഏകദേശം 5 ലിറ്ററോളം ബ്ലഡ് ആണ് ഉണ്ടായിരിക്കുന്നത്. പഠിക്കാനുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് എത്ര ലിറ്റർ ബ്ലഡ് ആണ് ഉണ്ടായിരിക്കുക? 5 ലിറ്റർ ബ്ലഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനെ പറ്റിയൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ഓക്കെ, ചാപ്റ്റർ നമ്പർ 4 ബ്ലഡ് ബാങ്ക്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. The term blood bank generally refers to a department of a hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where the pre-transfusion and the blood compatibility testing is executed. ഒരു വലിയൊരു സെന്റൻസ് ആണ് അല്ലെ. ഓക്കെ, എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞാല്? പാത്തോളജി നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പഠിപ്പിച്ചിരുന്നു. എന്തായിരുന്നു പാത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തായിരുന്നു പാത്തോളജി? ഇനിവൻ ആർക്കും ഇല്ല ആൻസർ. എന്താണ് പാത്തോളജി? ടെസ്റ്റിംഗ് ആണോ പാത്തോളജി? എങ്ങനെയാണോ പറഞ്ഞത്? പാത്തോളജി അല്ല, പിന്നെന്താണ്? ഷാഹിന് ടിഷ്യൂ എന്ന് പറഞ്ഞു. പാത്തോളജി 2-3 പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. എന്താണ്? സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. ഇവിടെ പഠിച്ചിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ. നിങ്ങൾ വായിക്കാറൊന്നുമില്ലേ? ഓക്കെ, വായിക്കണം കേട്ടോ. ഈ ടെംസുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് പോകണം, അല്ലാണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക പാത്തോളജി. ഓക്കെ, വെരി ഗുഡ്. എങ്ങനെ പറഞ്ഞു? സ്റ്റഡി ഓഫ് കോസ് ഡിസീസ്. ഓക്കെ, അത് തന്നെ സ്റ്റഡി ഓഫ് ഡിസീസസ് അല്ലെ, മറക്കരുത് കേട്ടോ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി. നമ്മൾ പാത്തോജൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പാത്തോജൻ രോഗകാരികൾ പറയുന്നതാണ് അല്ലെ, അതായത് ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള രോഗകാരികൾ. അപ്പൊ ഓർത്തു വെക്കാം, പാത്തോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് കേട്ടോ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞാൽ രോഗകാരണങ്ങള്, രോഗലക്ഷണങ്ങള്, രോഗകാരികള്, അതിനെ കുറിച്ചൊക്കെയുള്ള പഠനത്തിനെയാണ് നമ്മൾ പാത്തോളജി എന്ന് പറയുന്നത്. അപ്പോ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമാണ്. എന്താണ്? ഒരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ തന്നെ ഭാഗമാണ്. ഇനി നിങ്ങൾ ലബോറട്ടറി പഠിക്കൂ അടുത്തത്. ഓക്കെ, അപ്പൊ പാത്തോളജി ലബോറട്ടറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളിൽ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മൾ ബ്ലഡിനെയൊക്കെ നമ്മൾ എടുത്തിട്ട് പല വിധത്തിലുള്ള രോഗങ്ങളെ നമുക്ക് ടെസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല സുരേഷ്. പാത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് കേട്ടോ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് കേട്ടോ. രോഗങ്ങള്, രോഗകാരണങ്ങള്, രോഗലക്ഷണങ്ങള്, രോഗകാരികള്, അതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് കേട്ടോ. ടെസ്റ്റിംഗ് എന്നല്ല അതിനെ പൊതുവെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, പാത്തോളജി ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബ്ലഡ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പല വിധത്തിലുള്ള രോഗങ്ങൾ നമ്മൾ കണ്ടെത്തില്ലേ, അങ്ങനെയുള്ള ഒരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ തന്നെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക് അല്ലെ. ഓക്കെ, ഇറ്റ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്പിറ്റൽ അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അത് സാധാരണയായിട്ട് ഒരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ ഭാഗമായിട്ട്, കാര്യം ബ്ലഡ് ബാങ്കിനകത്തും ഒരു ലാബിൽ എന്ന പോലെ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്തും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ദ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ് ടേക്സ് പ്ലേസ്.
ബ്ലഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡിന്റെ കമ്പോണന്റുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ RBC, WBC, പ്ലേറ്റ്ലെറ്റ്, അതൊക്കെ ഓരോരോ ബ്ലഡ് പ്രോഡക്റ്റുകളാണ് കേട്ടോ, കമ്പോണന്റുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ബ്ലഡ് പ്രോഡക്റ്റുകളുടെ സ്റ്റോറേജ് നിങ്ങൾ പറഞ്ഞതാണ്, സംഭരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. അവിടെ രണ്ട് ടേമുകൾ നമുക്ക് അത്ര ക്ലിയറല്ല. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്, എന്നാലും ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം one person to another person ആണ് കേട്ടോ. എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് കമ്പോണൻസ് ഫ്രം one person to another person is called ട്രാൻസ്ഫ്യൂഷൻ. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറക്കരുത് കേട്ടോ. ഞാൻ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ഡോണർ എന്നാണ് പറയുക, അല്ലെ? ദാതാവ് എന്നാണ് നമ്മൾ പറയുക. ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തിനെ എന്താണ്? റെസിപ്പിയന്റ് അഥവാ സ്വീകർത്താവ് എന്നാണ് പറയുക, അല്ലെ? സ്വീകരിക്കുന്ന വ്യക്തി മിക്കവാറും ആരായിരിക്കും? ഒരു പേഷ്യന്റ് ആയിരിക്കും, അല്ലെ? കാര്യം എന്തെങ്കിലും രോഗാവസ്ഥയിലാണ് നമുക്ക് ബ്ലഡ് ഒക്കെ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം ഡോണർ ടു റെസിപ്പിയന്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്ഫ്യൂഷൻ ആണല്ലോ. ഓക്കെ, ഇവിടെ എന്താണ്? പ്രീ ട്രാൻസ്ഫ്യൂഷൻ. പ്രീ ട്രാൻസ്ഫ്യൂഷൻ അപ്പൊ എന്താ? പ്രീ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫ്യൂഷന് മുമ്പാണ്. എന്താണ്? അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം one person to another person. സഞ്ജിത നമ്മൾ ഇത് വീണ്ടും പഠിക്കുന്നുണ്ട് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. ഞാൻ ഈ ടേം വന്നത് കാരണം കൊണ്ട് ജസ്റ്റ് ഒരു ഐഡിയ തന്നത് മാത്രം, ഒരു മറക്കണ്ട. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ ബ്ലഡ് കമ്പോണൻസ് ഫ്രം one person to another person. അപ്പൊ ഇവിടെ പറയുന്നത് പ്രീ ട്രാൻസ്ഫ്യൂഷൻ. പ്രീ എന്ന് പറയുമ്പോൾ മുൻപാണ്, അല്ലെ? ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് നടത്തുന്ന ചില ടെസ്റ്റുകളുണ്ട്. സാധാരണ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഓടിപ്പോയി അങ്ങ് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. അല്ല, വരുന്ന ബ്ലഡിൽ ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യണം, അല്ലെ? ഈ വരുന്ന ബ്ലഡിൽ ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ, ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യണം, അല്ലെ? ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ബ്ലഡ് എടുത്ത മറ്റൊരാളിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തില് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകൾ, ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതിന് മുമ്പായിട്ടുള്ള ടെസ്റ്റുകളും പിന്നെ എന്താണ് പറയുന്നത്? ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ്. എന്താണ് കമ്പാറ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രക്ത അനുയോജ്യത. എന്താണ്? രക്ത അനുയോജ്യത ടെസ്റ്റുകളാണ്. കമ്പാറ്റബിലിറ്റി മീൻസ് അനുയോജ്യത. അതായത് എല്ലാവർക്കും എല്ലാ ബ്ലഡും സ്വീകരിക്കാൻ, എല്ലാവർക്കും എല്ലാ ബ്ലഡും കൊടുക്കാനായിട്ട് പറ്റില്ല, അല്ലെ? കൃത്യമായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിൽ എന്താണ്? പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും അതുപോലെ രക്ത അനുയോജ്യത പരിശോധനകളും നടത്തുന്ന ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ബ്ലഡ് ബാങ്ക്. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ ആയോ എന്താണ് ബ്ലഡ് ബാങ്ക് എന്നുള്ളത്? അതായത് അതൊരു ഹോസ്പിറ്റലിലെ ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറിയുടെ ഭാഗമാണ്. അവിടെ ബ്ലഡ് പ്രോഡക്റ്റുകളുടെ സംഭരണവും അതുപോലെ തന്നെ എന്താണ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും രക്ത അനുയോജ്യത പരിശോധനകളും നടക്കുന്ന ഒരു ലാബാണ്. ഇതിനെയാണ് നമ്മൾ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അതാണ് കേട്ടോ. The term blood bank. Okay, Trustee, good morning. The term blood bank generally refers to a department of the hospital, usually within a clinical pathology laboratory, where the storage of blood product takes place and where the pre-transfusion and blood compatibility testing is executed. Okay, next sentence. Okay, blood banking involves tasks related to blood collection, processing, testing, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ബ്ലഡ് ബാങ്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്? ബ്ലഡ് കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്ലഡിന്റെ ശേഖരണം, അതുപോലെ തന്നെ പ്രോസസ്സിംഗ്. അല്ലെ? പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഹോൾ ബ്ലഡ് ആയിട്ട് കളക്ട് ചെയ്യുന്നു. നമ്മൾ അതിന് പല രീതിയിലുള്ള പ്രോസസ്സിങ്ങിന് വിധേയമാക്കിയിട്ടാണ് പല പല കമ്പോണന്റുകളൊക്കെ ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നത്, അല്ലെ? അത്തരത്തിലുള്ള എല്ലാവിധ പ്രോസസ്സിങ്ങുകളും അവിടെ നടക്കുന്നുണ്ട്. ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്, അല്ലെ? പരിശോധനകൾ നടക്കുന്നുണ്ട്. സെപ്പറേഷൻ, അല്ലെ? അതായത് നമ്മൾ ഡിഫറെന്റ് കമ്പോണന്റുകൾ ആക്കിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
ആൻഡ് സ്റ്റോറേജ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ സംഭരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. മറക്കരുത്, ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാലേ, നമ്മുടെ കയ്യിൽ ചെറിയൊരു മുറിവ് സംഭവിച്ചു കഴിഞ്ഞാല് ഒരു 2-3 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവും, കട്ട പിടിക്കും അല്ലെ. അപ്പൊ ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് എന്താണ്, ആന്റി കൊയാഗുലന്റുമായിട്ട് മിക്സ് ചെയ്ത്, സാധാരണ സോഡിയം സിട്രേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ഉണ്ട്, അതുമായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്ത് സംഭവിക്കും, കട്ട പിടിച്ചു പോകും അല്ലെ. ഓക്കെ, ഇനി നോക്കുക, WHO developed a global approach to blood safety to curtail the burden of diseases due to the unsafe blood transfusion. എന്താണ് WHO? ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് വേൾഡ് ഹെൽത്ത്, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ ശില്പ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാവർക്കും അറിയാം. ജവഹർലാൽ ശരണ്യ കറക്റ്റ് ആണ് കേട്ടോ. ലോകാരോഗ്യ സംഘടന അല്ലെ. അതായത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഗ്ലോബൽ അപ്രോച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, സുരക്ഷിതമല്ലാത്ത ട്രാൻസ്ഫ്യൂഷനിലൂടെ എന്താണ് വരാനുള്ള അസുഖങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. കട്ടെയിൽ മീൻസ് എന്താണ്, റെഡ്യൂസ് ചെയ്യാനുള്ള അർത്ഥം അല്ലെ. അപ്പൊ നമ്മൾ സുരക്ഷിതമല്ലാത്ത ഒരു ബ്ലഡ് ഡൊണേഷനിലൂടെ ഉണ്ടാകാവുന്ന അസുഖങ്ങളെ കുറയ്ക്കുന്നതിനായിട്ട് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൃത്യമായിട്ടുള്ള ഒരു ആഗോള സമീപനം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാര്യം അറിയാലോ, നമ്മൾ അത്രയും സേഫ് ആയിട്ട് വേണം ഒരാളിലേക്ക് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട്. ഇനി അതല്ല, മറ്റെന്തെങ്കിലും നമ്മൾ ശരിയല്ലാത്ത രീതി, സേഫ് അല്ലാത്ത രീതിയിലാണ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അസുഖങ്ങൾ വരാൻ ഇടവരും. അതുപോലെ ഒരുപാട് അസുഖങ്ങൾ, കോംപ്ലിക്കേഷൻസ് ഒക്കെ ആളുകളിലേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ട് മുൻകരുതൽ എന്നുള്ള രീതിയിൽ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൃത്യമായിട്ടുള്ള പോളിസികളൊക്കെ അതിനായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, അടുത്തതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമ്മൾ പറഞ്ഞതാണ് an average person carries almost 5 liters of blood കേട്ടോ. ഒരു ശരാശരി ആരോഗ്യവാനായിട്ടുള്ള വ്യക്തിയുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇത് സർക്കുലേറ്റ്സ്, അത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എത്ര ലിറ്റർ ആണ്, 5 ലിറ്റർ ബ്ലഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഇറ്റ് സർക്കുലേറ്റ്സ് ദ ബോഡി ത്രൂ ദ ബ്ലഡ് വെസൽസ് ആൻഡ് ഇസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ, നമ്മുടെ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്നു. ഇതിലൂടെയാണ്, ബ്ലഡ് വെസൽസിലൂടെ അല്ലെ. അതെ, അതേ കൃഷ്ണ, ഇതു സെക്കൻഡ് മൊഡ്യൂൾ ആണ് കേട്ടോ, രണ്ടാമത്തെ മൊഡ്യൂൾ ആണ്. അപ്പൊ നമ്മുടെ രക്തക്കുഴലുകളിലൂടെയാണ് ബ്ലഡ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ പമ്പിങ് ഓർഗൻ ആരാണ്, നമ്മുടെ ശരീരത്തിലെ പമ്പിങ് ഓർഗൻ ആരാണ്, ഹാർട്ടാണ് അല്ലെ, ഹൃദയമാണ്. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങള്? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ബ്ലഡ് ബാങ്കിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ നിലവിലുണ്ട് കേട്ടോ. വെറുതെ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, അവിടെ പല രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട് അല്ലെ. റീട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകളും കമ്പാറ്റബിലിറ്റി ടെസ്റ്റിങ്ങും അതുപോലെ സ്റ്റോറിങ്ങും പ്രോസസ്സിങ്ങും സെപ്പറേഷൻ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു ലബോറട്ടറി, ഒരു ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ ഭാഗം തന്നെയാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. ഭാഗത്ത് മെയിൻ ഫങ്ഷൻസ് കേട്ടോ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ കേട്ടോ, ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ് ഓരോന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ദ സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണൻസ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, സ്വിഫ്റ്റ് റെസ്പോൺസ് കേട്ടോ. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ദ ബ്ലഡ് കമ്പോണൻസ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ വേഗത്തിൽ അല്ലെ. അതായത് നമുക്ക് ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ട് വരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. അതാണ് പറയുന്നത് സ്വിഫ്റ്റ് റെസ്പോൺസ്. പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. അതായത് നമുക്ക് ബ്ലഡ് കമ്പോണന്റുകൾ ആവശ്യമായിട്ട് വരുന്ന എമർജൻസി സിറ്റുവേഷനിലാണ് നമുക്കത് ആവശ്യമായിട്ട് വരിക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ്, ആവശ്യത്തിനുള്ള ബ്ലഡ് കമ്പോണന്റുകൾ ആവശ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുക, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക, സ്വിഫ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. അറിയാലോ, എമർജൻസി സിറ്റുവേഷൻ ആണ് നമുക്ക് ആവശ്യം വരുന്നത്. ആ സമയത്ത് ബ്ലഡ് ബാങ്കിലോട്ട് വരുമ്പോൾ നമ്മൾ അവരോട് പറയാണ് 2 ദിവസം കഴിഞ്ഞിട്ട് വരുമോ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് വരുമോ എന്ന് നമുക്ക് പറയാൻ നോക്കുമോ? ഇല്ല, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക അല്ലെ. അത് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്
ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. വാലിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് വാലിഡേറ്റ്? വാലിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചെക്ക് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്താണ് വാലിഡേറ്റിംഗ് ദ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്? നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീ ട്രാൻസ്ഫ്യൂഷനെ പറ്റിയിട്ട്. അതായത് രക്തം ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട്, ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ആ സാമ്പിളുകൾ വാലിഡേറ്റ് ചെയ്യുക, ചെക്ക് ചെയ്യുക അല്ലെ. പിന്നെന്താണ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. മാത്രമല്ല ബ്ലഡ് ബാങ്കിന് ആവശ്യത്തിനനുസരിച്ച് ബ്ലഡും മറ്റുള്ള ബ്ലഡ് പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക? റിസർവ് ചെയ്യുക, സംഭരിച്ചു വെക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ് ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. എന്താണ് പറയുന്നത്? ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദാതാവിനും അതുപോലെ ഒരു പേഷ്യന്റ്, അതാണ് റെസിപ്പിയന്റ്, സ്വീകർത്താവ് അല്ലെ. അപ്പൊ ആ ഒരു ഡോണറിനും റെസിപ്പിയന്റിനും ഇടയിലുള്ള ഒരു പ്രതിരോധപരമായിട്ടുള്ള ഒരു അനുയോജ്യത, ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വിലയിരുത്തുക. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സാധാരണയായിട്ട് ഞാൻ വേറൊരാൾക്ക് അങ്ങനെയല്ല, ഞാൻ വേറൊരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. എനിക്കൊരു ആവശ്യം വന്നു, ഞാൻ മറ്റൊരാളിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കുകയാണ്. അപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പും ഞാൻ സ്വീകരിക്കുന്ന ആളുടെ ബ്ലഡ് ഗ്രൂപ്പും തമ്മിൽ ഒക്കെയാണ്, എല്ലാം കൊണ്ടും മാച്ചിങ് ആണ്, ഒക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ബ്ലഡ് സ്വീകരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും എന്റെ ബോഡിയെ സംബന്ധിച്ച് അതൊരു ഫോറിൻ ബ്ലഡ് ആണ്. കാര്യം ശരിയാണ്, ബ്ലഡ് ഗ്രൂപ്പും ഒക്കെ മാച്ച് തന്നെയാണ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എന്നിരുന്നാലും എന്റെ ശരീരത്തിന്റെ ഭാഗമല്ലാത്തൊരു ബ്ലഡ് ആണ് ഞാൻ കളക്ട് ചെയ്യുന്നത്. എന്റെ ബോഡിയെ സംബന്ധിച്ച് അതൊരു ഫോറിൻ ബ്ലഡ് ആണ് അല്ലെ. അപ്പൊ ആ ബ്ലഡ് ഞാൻ സ്വീകരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ ചെറിയ ചില ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ചിലപ്പോൾ എന്റെ ബോഡിയുമായിട്ട് അതൊന്ന് ഒത്തുപോകുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ, ചെറിയൊരു ഷിവറിങ് അല്ലെങ്കിൽ ഷെയ്ക്കിങ്, അങ്ങനെയുള്ള ഒരു ഹെഡേക്ക് പോലെയൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് ഉണ്ടായേക്കാം. ഇപ്പോഴുണ്ടാവുന്നല്ല പറയുന്നത്, ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളില് നമ്മൾ കൊടുക്കുന്ന വ്യക്തി, ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഒരു പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത ഏകദേശം എന്താണ്? സിമിലർ ആവണം അല്ലെ. അങ്ങനെ വരുമ്പോ ഏകദേശം അയാളുടെ പ്രതിരോധ എന്താ പറയുക ഇമ്മ്യൂണിറ്റും ഞാൻ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി ഏകദേശം ഒരുപോലെ ആണെങ്കിൽ നമുക്ക് അതുമൂലം ഉണ്ടാവുന്ന ചില റിയാക്ഷൻസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ശരിയല്ലേ? അപ്പൊ ആ രീതിയിൽ എന്താണ് ഡോണറിന്റെയും പേഷ്യന്റിന്റെയും ഒരു പ്രതിരോധപരമായിട്ടുള്ള ഒരു അനുയോജ്യം കൃത്യമായിട്ട് വിലയിരുത്തണം. അപ്പൊ രണ്ടു കൂട്ടരുടെയും ഒരു ഇമ്മ്യൂണിറ്റി ഏകദേശം സെയിം ആണെങ്കിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ ചില ചെറിയ മൈനർ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒത്തുപോകാനായിട്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത കൃത്യമായിട്ട് വിലയിരുത്തുക എന്നുള്ളതും ആരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്? ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് കേട്ടോ ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, അനുയോജ്യത ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഓക്കെ, അടുത്തത് കേട്ടോ. അടുത്ത പോയിന്റ് ഇതാണ് ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ദ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അതായത് ഓരോ ക്ലിനിക്കൽ കണ്ടീഷനും അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണന്റുകൾ ചൂസ് ചെയ്യുക, തെരഞ്ഞെടുക്കുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. എല്ലാവർക്കും എല്ലാ കമ്പോണന്റുകളൊന്നും ആവശ്യമില്ല, പറഞ്ഞില്ലേ? അതായത് ഓരോ രോഗിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻ ഞാൻ പറഞ്ഞു. അനീമിക് ആയിട്ടുള്ള വിളർച്ചയുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് RBC എന്ന് പറയുന്ന കമ്പോണന്റ് കൊടുത്താൽ മതി. ചില ആളുകൾക്ക് WBC എന്ന് പറയുന്ന ശ്വേത രക്താണുക്കളുടെ കമ്പോണന്റ് ആയിരിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ അങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു കമ്പോണന്റ് മാത്രം കൊടുത്താൽ. അതാണ് അവിടെ പറയുന്നത് ഓരോ രോഗിയുടെയും ക്ലിനിക്കൽ കണ്ടീഷനിന് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണന്റുകൾ തെരഞ്ഞെടുക്കുക, ചൂസ് ചെയ്യുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതാണ് കേട്ടോ ചൂസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ദ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. അടുത്ത പോയിന്റ് നോക്കിയേ, ദ കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. കോഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? കോഷ്യസ് കെയർഫുൾ ആയിട്ട് ചെയ്യുന്നു കേട്ടോ, വളരെ ശ്രദ്ധയോടുകൂടി അല്ലെ. കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് ബാങ്കിനടുത്ത ബ്ലഡ് കമ്പോണൻസുകൾ നമ്മൾ വിതരണം ചെയ്യുമ്പോഴായിക്കോട്ടെ, അത് കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് അതീവ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യേണ്ടത്. അതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വളരെ സേഫ് ആയിട്ട് അത് നമ്മൾ വിതരണം ചെയ്യുമ്പോഴാവട്ടെ, നമ്മൾ അത് കൈകാര്യം ചെയ്യുന്ന സമയത്താണെങ്കിലും ഏറ്റവും കെയർഫുൾ ആയിട്ട് ചെയ്യുക എന്നുള്ളത് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് കേട്ടോ. പിന്നെ വരുന്നത് നോക്കൂ, ഇൻ ദ
ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് ഇലമെന്റ് കേട്ടോ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്നുള്ള അർത്ഥം തന്നെയാണ് കേട്ടോ. സ്റ്റോക്ക് എന്നുള്ള അർത്ഥമാണ്. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് ഇലമെന്റ് കേട്ടോ. അതായത് ഈ പറയുന്ന ബ്ലഡിന്റെയും മറ്റുള്ള ബ്ലഡ് കമ്പോണൻസിന്റെയും സ്റ്റോക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അതിന്റെ സ്റ്റോക്ക് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ബ്ലഡ് ബാങ്കിനകത്ത് ഏതെങ്കിലും കമ്പോണന്റുകൾ ഷോർട്ടേജ് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഷോർട്ടേജ് അവിടെ നമ്മൾ ആ സ്റ്റോക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാര്യം എപ്പോഴാണ് ആവശ്യം വരാന്ന് പറയാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും കമ്പോണന്റുകൾ നമുക്കിപ്പോ ബ്ലഡിൽ എന്തെങ്കിലും ഇപ്പൊ സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കമ്പോണന്റ് സ്റ്റോക്ക് തീർന്നിരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് കളക്ട് ചെയ്ത് ഫില്ല് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് അവിടെ പറയുന്നത് സ്റ്റോക്ക് കൃത്യമായിട്ട് ബ്ലഡ് ബാങ്കിനകത്ത് ഇതിന്റെ സ്റ്റോക്കാണ് ബ്ലഡിന്റെ ബ്ലഡ് കമ്പോണൻസിന്റെ സ്റ്റോക്കുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ എന്താ പറയുന്നത് കമ്മ്യൂണിക്കേഷൻസ് വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കേട്ടോ. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് സംശയം എന്താണ് ഈ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില സംഘടനകള്, യൂത്തിന്റെ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, ചില ഓർഗനൈസേഷൻസ് സംഘടനകളൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെയാണ് ഈ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെയൊക്കെ കൂട്ടായ്മകളൊക്കെ നമുക്കൊക്കെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഉണ്ട്, അർജന്റായിട്ട് ഇന്ന ബ്ലഡ് ആവശ്യമുണ്ട്. ഇവരൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കോർഡിനേറ്റേഴ്സ് ആളുകളൊക്കെ ഉണ്ട്, ക്ലബ്ബുകള്, ഓർഗനൈസേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള അവരെയാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം ഉണ്ടായിരിക്കേണ്ടതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. കാര്യം നമുക്കറിയാം ഇത്തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ബ്ലഡ് ബാങ്കിനകത്ത് ഏതെങ്കിലും സ്റ്റോക്ക് തീർന്നു പോയി, ഏതെങ്കിലും കമ്പോണന്റുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ ഇത്തരം എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. എപ്പോഴും അങ്ങനെയുള്ള പല കൂട്ടായ്മകളുമായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഓക്കെയാണ്, ഇത്രയേ ഉള്ളൂ പഠിക്കാൻ കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത്? ഒന്ന് സ്വിഫ്റ്റ് റെസ്പോൺസ് അല്ലെ, ആവശ്യമായിട്ട് വരുന്ന എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾ അല്ലെ, പ്രീ ട്രാൻസ്ഫ്യൂഷന് മുകളിൽ സാമ്പിളില് കൃത്യമായിട്ട് വിലയിരുത്തുക. അതോടൊപ്പം തന്നെ ബ്ലഡ് ബാങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ബ്ലഡ് പ്രോഡക്റ്റ് റിസർവ് ചെയ്യുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഡോണറിനും പേഷ്യന്റിനും ഇടയിലുള്ള പ്രതിരോധപരമായിട്ടുള്ള അനുയോജ്യത ഉറപ്പാക്കുക. പിന്നെ ഓരോ വ്യക്തിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുയോജ്യമായിട്ടുള്ള ഒരു മിനിറ്റ് അതായത് പിന്നെ പറഞ്ഞ എന്താണ്? ഓരോ രോഗിയുടെയും ക്ലിനിക്കൽ കണ്ടീഷൻസിന് അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് കമ്പോണൻസുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതും ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് കമ്പോണൻസ് നമ്മൾ എന്താണ് വിതരണം ചെയ്യുമ്പോഴും അതുപോലെ കൈകാര്യം ചെയ്യുമ്പോഴും ഏറ്റവും കെയർഫുൾ ആയിട്ട് ചെയ്യുക. പിന്നെ കൃത്യമായിട്ട് ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡിന്റെ മറ്റുള്ള കമ്പോണന്റുകളുടെ സ്റ്റോക്കുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻസ് നിലനിർത്തുക അല്ലെ. ഇതൊക്കെയാണ് ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ? പോയിന്റുകളൊക്കെ ഓക്കെ ആണോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? എളുപ്പമുള്ള പോയിന്റുകൾ അല്ലെ. അടുത്തത് നോക്കാം കേട്ടോ. ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ കുറെ എണ്ണം നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഓരോന്നിന്റെ ലൊക്കേഷൻ ഒക്കെ മാറിപ്പോകരുത് കേട്ടോ. നോക്കിക്കേ, ഇമ്പോർട്ടന്റ് ആണ്. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. ചോദിക്കാം, ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിൽ. നമ്മൾ കയറി ചെല്ലുന്ന ഫ്ലോർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ. ചിലരത് ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ എടുത്തു പറയുന്നതല്ല, ഫസ്റ്റ് ഫ്ലോർ അല്ലാതെ നമ്മൾ കയറി ചെല്ലുന്ന ഫ്ലോർ ആണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ. ഓക്കെ, അപ്പൊ ആ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈസി വിസിബിലിറ്റി ആണ് അല്ലെ. പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ പൊസിഷൻ. കാര്യം എന്താണ്? എമർജൻസി സിറ്റുവേഷനിലാണ് ആളുകൾ വരുന്നത്. ചിലപ്പോ ഇവിടെ ഹോസ്പിറ്റലിലുള്ള ആളുകൾ മാത്രമായിരിക്കില്ല, പുറമേ നിന്നുള്ള ആളുകളും വരും. പെട്ടെന്ന് അവർ വരുന്ന സമയത്ത് അവർക്ക് അന്വേഷിച്ച് നടക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരരുത് അല്ലെ. അതുകൊണ്ട് ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം ബ്ലഡ് ബാങ്കിന്റെ ആ ഒരു ലൊക്കേഷൻ കേട്ടോ. പിന്നെ വരുന്നത് ഇൻ നിയർ
proximity with the emergency department, OP complex, hospitals, clinical department കേട്ടോ. പ്രോക്സിമിറ്റി മീൻസ് സമീപത്തായിരിക്കണം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. സാമീപ്യം, സമീപത്ത് എന്നുള്ള അർത്ഥമാണ്. സോ നിയർ പ്രോക്സിമിറ്റി വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഏതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? കാഷ്വാലിറ്റി ആണ് അല്ലെ. അപ്പൊ കാഷ്വാലിറ്റി, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ഹോസ്പിറ്റലിന്റെ മറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ. അതായത് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ഉണ്ടാവില്ല, ഇഷ്ടംപോലെ ഔട്ട് പേഷ്യൻ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഡിപ്പാർട്ട്മെന്റുകൾ. അതിനോട് ചേർന്നായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ സമീപത്തായിരിക്കണം എന്തിന്റെ സ്ഥാനം? ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം അല്ലെ. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, സർജറി ഒക്കെ കഴിഞ്ഞ ഉടനെ മിക്കവാറും നമുക്ക് മേജർ സർജറികളൊക്കെ ആണെങ്കിൽ ബ്ലഡ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട്. ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ ഒക്കെ ഏകദേശം സമീപത്തായിരിക്കണം എന്തിന്റെ സ്ഥാനം? ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം. പിന്നെ പറയുന്നത് ഇറ്റ് വിൽ ഹാവ് എ ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് വിത്ത് വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ടു കർടെയിൽ ദ ട്രാഫിക് കൺജഷൻ. അത് മാത്രമല്ല, ഒരു ബ്ലഡ് ബാങ്കിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ ആളുകൾക്കായാലും വാഹനങ്ങൾക്കായാലും വരാനും പോകാനുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ മാത്രമല്ല, ഇത് വൈഡ് കോറിഡോർസ്, വളരെ വിശാലമായിട്ടുള്ള ഇടനാഴികള്, ആൻഡ് വെയിറ്റിംഗ് സ്പേസ് ടു കർടെയിൽ ദ ട്രാഫിക് കൺജഷൻ അല്ലെ. ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാനായിട്ട് അല്ലെ. ഇപ്പൊ എല്ലാവരും ഒരേ വഴിയിലൂടെ പോകുന്നു, ഒരേ വഴിയിലൂടെ തിരിച്ചു വരുമ്പോ സ്വാഭാവികമായിട്ട് അവിടെ ട്രാഫിക് കണ്ടീഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം. അത്യാവശ്യം വിശാലമായിട്ടുള്ള കോറിഡോർസുകളും ആളുകൾക്കാണെങ്കിലും വാഹനങ്ങൾക്കായാലും വെയിറ്റിംഗ് സ്പേസും ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഡിസ്റ്റിങ്ക്ട് എൻട്രി ആൻഡ് എക്സിറ്റ് മീൻസ് സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റും ഉണ്ടായിരിക്കണം, വൈഡ് കോറിഡോർസ് ഉണ്ടായിരിക്കണം, ട്രാഫിക് കൺജക്ഷൻ ഒഴിവാക്കുന്നതിനായിട്ട് അത്യാവശ്യം വെയിറ്റിംഗ് സ്പേസും അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ എന്താണ്? ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് though with the minimum public entry so that there is no interference with the work of the lab technician. എന്താണ് പറയുന്നത്? ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ്, അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം അല്ലെ. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ തീരെ ഇടുങ്ങിയതാവരുത്. അത്യാവശ്യം എന്താ? കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇടനാഴി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇടനാഴികൾ എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നോക്കുക, അതായത് രണ്ട് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാൻ പാകത്തിലുള്ള ചെറിയ കോറിഡോർസ് കേട്ടോ. അപ്പൊ നോക്കുക, ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം, വിശാലമായിരിക്കണം. പക്ഷെ ഇവര് പറയുന്നത് ദോ വിത്ത് മിനിമം പബ്ലിക് എൻട്രി കുറവായിരിക്കണം അല്ലെ. എന്താണ്? സോ ദാറ്റ് ദർ ഇസ് നോ ഇന്റർഫറൻസ് വിത്ത് ദ വർക്ക് ഓഫ് ദ ലാബ് ടെക്നീഷ്യൻ. അപ്പൊ അങ്ങനെ വരുമ്പോ ലാബ് ടെക്നീഷ്യന്മാരുടെ ജോലികൾക്ക് യാതൊരു വിധത്തിലും തടസ്സം നേരിടാത്ത രീതിയിൽ മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കൂ. നല്ലോണം സ്പേസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല വിശാലമായിട്ട് കിടക്കണം. എല്ലാവർക്കും കൂടെ അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടം കൂടി നിൽക്കാന്ന് വെച്ചാൽ അത് അവിടെ നടക്കില്ല. വിശാലമായിരിക്കണം, പക്ഷെ എന്തായിരിക്കണം? പബ്ലിക് എൻട്രി മിനിമം ആയിരിക്കണം. എന്തുകൊണ്ട് മിനിമം പബ്ലിക് എൻട്രി അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ്? എന്ന് വെച്ചാൽ അവരുടെ വർക്ക് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യന്മാർക്ക് അവരുടെ ജോലികൾക്ക് ഒരിക്കലും ഒരു ഇന്റർഫിറൻസ് വരാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ ആളുകൾ ഒരുപാട് കയറുന്ന സംഭവിക്കും, അവർക്കും അവരുടെ ജോലി വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അവരുടെ ജോലികളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വളരെ പബ്ലിക് എൻട്രി കുറച്ചുകൊണ്ട് എന്നാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഒരു ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കാൻ കേട്ടോ. ഒരു ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഈസി വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, മറ്റുള്ള OP ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളോട് ചേർന്നായിരിക്കണം ഒരു ബ്ലഡ് ബാങ്കിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കുന്നതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എൻട്രിയും എക്സിറ്റും ഒരു ബ്ലഡ് ബാങ്കിന് ഉണ്ടായിരിക്കണം. ബ്ലഡ് ബാങ്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം, പക്ഷേ എന്നിരുന്നാലും മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. എങ്കിൽ മാത്രമേ ലാബ് ടെക്നീഷ്യൻസിന് അവരുടെ വർക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ മിനിമം പബ്ലിക് എൻട്രി മാത്രമേ അവിടെ അനുവദിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയി ഇത്രയും ഭാഗം? ലൊക്കേഷൻ എടുക്കുമല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഓർഗാനോഗ്രാം ആണ് കേട്ടോ. എന്താണ്? ഓർഗനോഗ്രാം ആണ്. ഓർഗനോഗ്രാം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓർഗാനോഗ്രാം കേട്ടിട്ടുണ്ടോ? ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊന്നുമല്ല, ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓർ എ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് എൻ ഓർഗനൈസേഷൻ കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, അതിപ്പോ ഹോസ്പിറ്റൽ മാത്രം ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ആവാം, വേറെ എന്തെങ്കിലും വലിയ ബിസിനസ് ഓർഗനൈസേഷൻ, എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. നമ്മളൊരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ, ഘടനയെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. ഓർഗാനോഗ്രാം എന്താണെന്ന് നമ്മളോട് ചോദിക്കില്ല, പക്ഷെ ഇനി എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ
അത് ആലോചിക്കാം. ഇറ്റ് ഈസ് എ ഡയഗ്രമാറ്റിക് ഓർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് കേട്ടോ. ഒരു ഓർഗനൈസേഷന്റെ ഘടനയെ പറ്റിയിട്ടുള്ള ഗ്രാഫിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ, അതിനെയാണ് നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഓർഗനോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഓർഗനോഗ്രാം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ആണ് കേട്ടോ ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ജോബ്സ്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ പോട്ടെ, ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ എടുക്കാം. ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ജോലിയുടെ പൊസിഷൻ വെച്ച് ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ്, അതിന്റെ ഒരു ഹൈറാർക്കിയൽ, ഒരു ശ്രേണിപരമായിട്ടുള്ള ഘടന കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓർഗാനോഗ്രാമുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് യൂസ്ഡ് ടു ഷോ ദ ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ആണ് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഓർ അതർ ജോബ് പൊസിഷൻ. ഏതെങ്കിലും ഇപ്പൊ ഒരു ജോലി പൊസിഷൻ വെച്ചിട്ടായിരിക്കാം നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു പരസ്പര റിലേഷൻഷിപ്പ്, ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഓർഗാനോഗ്രാം. ആ രീതിയിൽ ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗാനോഗ്രാം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ക്ലിയർ ആയി. ഇപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രൈമറി സ്കൂൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഒരു 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പ്രൈമറി സ്കൂളില്ലേ, അവിടെ ആരായിരിക്കും ഏറ്റവും ടോപ്പിലല്ലേ ഇരിക്കുന്ന? ഹെഡ് മാസ്റ്റർ ആയിരിക്കും അല്ലെ. അവരുടെ കീഴിലല്ലേ ടീച്ചർമാര് വരുന്നത്, ടീച്ചർമാരുടെ കീഴിലല്ലേ കുട്ടികൾ വരുന്നത്. അപ്പൊ എന്താണ്, അവരുടെ ഒരു ജോബ് പൊസിഷൻ വെച്ചിട്ട് ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കാണിച്ചത് അല്ലെ. കുട്ടികൾക്ക് ഒരു പ്രശ്നം വന്ന് അവർ ടീച്ചറോട് പറയും അല്ലെ, ടീച്ചർമാർക്ക് ഒരു ഇഷ്യൂ വന്ന് അവർ ആരോട് പറയാം? ഹെഡ് മാസ്റ്ററിനോട് പറയാം. അപ്പൊ നമ്മൾ ഒരു ഹൈറാർക്കിയൽ റിലേഷൻഷിപ്പ് ആണ് അവിടെ കാണിക്കുന്നത്. ഇതുപോലെ ഒരു ബ്ലഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഗാനോഗ്രാം പഠിക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. നല്ലപോലെ ഒരു 2 പ്രാവശ്യം നിങ്ങൾ മനസ്സിലേക്ക് വായിച്ചാൽ കിട്ടാവുന്ന കാര്യം കേട്ടോ. നോക്കാം, ഫസ്റ്റ് നോക്കിയേ, ഏറ്റവും ടോപ്പിൽ ആരാണ് നോക്കിയേ? മെഡിക്കൽ ഡയറക്ടർ. ആ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓർഡർ തെറ്റിച്ചൊക്കെ തരും, ഷഫിൾ ചെയ്ത് തന്നിട്ട് കറക്റ്റ് ഓർഡർ ആക്കാനൊക്കെ ആയിട്ട് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ടോപ്പിൽ ആരായിരിക്കുന്നത്? മെഡിക്കൽ ഡയറക്ടർ ആണ് കേട്ടോ. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരാണ് വരുന്നത്? അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ വരുന്നത് HOD ആണ് അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ബ്ലഡ് ബാങ്ക് അല്ലെ. അപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കും അല്ലെ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ അദ്ദേഹത്തിന്റെ കീഴിൽ ആരാണ് നോക്കിയേ? അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരാ വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ആരാണ്? ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ മേൽനോട്ടമൊക്കെ വഹിക്കുന്ന ചീഫ് ഉണ്ട്, അദ്ദേഹമാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന വ്യക്തി. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഏറ്റവും ടോപ്പില് മെഡിക്കൽ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് HOD അല്ലെ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ആരാണ് വരുന്നത്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇതുവരെ ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കാം, ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിലായിട്ട് ഒരേ ലെവലില് 3 പേരാണ് വരുന്നത് കേട്ടോ. ഒരേ ലെവലില് 3 പേരാണ് വരുന്നത്. ആരൊക്കെയാണ്? ഒന്ന് BTO. BTO എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. അപ്പൊ BTOയുടെ ഫുൾ ഫോം കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ കീഴിൽ ആരൊക്കെ വരുന്ന? ഒന്ന് BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. പിന്നെ അടുത്തത് ആരാണ്? ക്വാളിറ്റി മാനേജർ. ആരാണ്? ക്വാളിറ്റി മാനേജർ. പിന്നെ വരുന്നത് ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. ആരാണ്? ടെക്നിക്കൽ സൂപ്പർവൈസർ. കിട്ടിയോ നിങ്ങൾക്ക്? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കീഴിൽ 3 പേരാണ്. ഒന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, രണ്ടാമത്തത് ക്വാളിറ്റി മാനേജർ, മൂന്നാമത്തത് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, അതിന് നടുക്ക് വന്ന ക്വാളിറ്റി മാനേജറിന്റെ കീഴിൽ ഇനി ആരുമില്ല കേട്ടോ. അടുത്തത് നോക്കൂ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ ലെഫ്റ്റ് സൈഡില്. അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ആരാ വരുന്നത്? ടെക്നീഷ്യൻ ആണ് വരുന്നത്. ആരാണ്? ടെക്നീഷ്യന്മാര് കേട്ടോ. ടെക്നീഷ്യന്റെ കീഴിൽ ആരാണ്? അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇപ്പുറത്തട്ടത്തോട്ട് വന്നേ, ടെക്നിക്കൽ സൂപ്പർവൈസർ അല്ലെ. അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് ആരൊക്കെ വരുന്നത് നോക്കിയ? ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിലായിട്ട് ക്ലർക്ക് വരുന്നുണ്ട്, നഴ്സസ് വരുന്നുണ്ട്, PRO. PRO ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. എഴുതി വെക്കാട്ടോ, PRO ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ. അതായത് നമ്മൾ കൂടുതലും ആളുകളുമായിട്ട്, പൊതുജനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹോസ്പിറ്റലിൽ പോകുമ്പോ PRO ഒന്നും കണ്ടിട്ടില്ലേ നിങ്ങൾ? അവർക്കൊരു ഇതൊക്കെ. അപ്പൊ ഈ പറയുന്ന കൂടുതലും ആളുകൾ, പ്രത്യേകിച്ച് പബ്ലിക്കിൽ നിന്ന് വരുന്ന ആളുകളെ കോൺടാക്ട് ചെയ്യുന്നത് ഇദ്ദേഹമായിരിക്കും അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറയാണ്, ഏറ്റവും ടോപ്പിൽ മെഡിക്കൽ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ അതിൽ നോക്കാതെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക കേട്ടോ. അദ്ദേഹത്തിന്റെ കീഴിൽ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെ. പിന്നെ അവരുടെ കീഴിൽ 3 പേരാണ്. ഒന്ന് BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, 2 ക്വാളിറ്റി മാനേജർ,
3 ടെക്നിക്കൽ സൂപ്പർവൈസർ. ക്വാളിറ്റി മാനേജറുടെ കീഴിൽ ആരും വരുന്നില്ല, അതൊക്കെ സ്റ്റോപ്പായി. ഓക്കെ, ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറുടെ കീഴിൽ ടെക്നീഷ്യൻ, അതിന്റെ കീഴിൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ഇപ്പത്തോട്ട് വരികയാണെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറുടെ കീഴിലാണ് ക്ലർക്ക്, നഴ്സസ്, PROs ഒക്കെ വരുന്നത്. അപ്പം ഇവിടെ നിന്ന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒന്ന്, നമുക്ക് ഇതിന്റെ ഓർഡർ അങ്ങനെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, ഷഫിൾ ചെയ്ത് അത് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങളോട് പറയും ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡർ എന്ന് വെച്ചത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു 2 പ്രാവശ്യം വായിച്ചിട്ട് നിങ്ങളതൊന്നും തന്നെ എഴുതി നോക്കുക, ഈ സമയം കിട്ടുമ്പോൾ എഴുതി നോക്ക്, തെറ്റാതെ എഴുതാൻ പറ്റുന്നുണ്ടോ കേട്ടോ. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ചോദിക്കാം, അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ വേണമെങ്കിൽ ചോദിക്കാവുന്നത് BTOന്റെ ഫുൾ ഫോം വേണമെങ്കിൽ ചോദിക്കാം, അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. PROന്റെ ഫുൾ ഫോം ചോദിക്കാം, പബ്ലിക് റിലേഷൻ ഓഫീസർ. പിന്നെ ചോദിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളോട് ചോദിക്കാണ് ക്വാളിറ്റി മാനേജർ ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക എന്ന് ചോദിക്കാണ്. ഏതെങ്കിലും ഒരു പൊസിഷൻ തന്നിട്ട് അദ്ദേഹം ആരുടെ അടുത്തായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ തൊട്ട് മുകളിൽ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ടായിരിക്കും, അല്ലെ. അപ്പൊ ക്വാളിറ്റി മാനേജർ റിപ്പോർട്ട് ചെയ്യുന്നത് ആരുടെ അടുത്തായിരിക്കും? ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആയിരിക്കും. ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആരുടെ അടുത്തായിരിക്കും എന്തെങ്കിലും വന്നാൽ റിപ്പോർട്ട് ചെയ്യുന്നത്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കും, അല്ലെ. ആ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യനുകളാണ് ഇന്ന് വരാനുള്ളൊരു ചാൻസ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കാം. അടുത്തയിലോട്ട് നിങ്ങൾക്ക് നോക്കാം. ഇതൊക്കെ അല്ലേ നിങ്ങൾക്ക്? ഓർഗാനോഗ്രാം ക്ലിയർ അല്ലേ? അടുത്തതാണ് വാട്ട് ടെസ്റ്റ് ആർ ഡൺ ഇൻ ബ്ലഡ് ബാങ്ക് കേട്ടോ. ഇനി ബ്ലഡ് ബാങ്കില് എന്തൊക്കെ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഈ ഭാഗത്തോട്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ, ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടക്കുന്ന ക്ലിനിക്കൽ പാത്തോളജി ലാബിന്റെ ഭാഗമാണ് ബ്ലഡ് ബാങ്ക് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് കുറച്ച് അവിടെ നടക്കുന്ന കുറച്ച് ടെസ്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. എളുപ്പമുള്ളതാണ് കേട്ടോ. A certain set of preliminary tests are done in the lab once the blood is donated, but not restricted to the following. അപ്പൊ നമ്മൾ ബ്ലഡ് ബാങ്കിലോട്ട് ബ്ലഡ് വന്നു കഴിഞ്ഞാല് കുറച്ച് പ്രിലിമിനറി ടെസ്റ്റുകൾ, കുറച്ചധികം പ്രാഥമിക പരിശോധനകൾ ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഈ കൊടുത്തിരിക്കുന്നത് മാത്രമല്ലാണ്ട് ഇതിലും കൂടുതലുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് വൺ നോക്കിയേ, ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ഇതാണ് ടൈപ്പിംഗ് ആണ്. ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ABO ഗ്രൂപ്പ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് ബ്ലഡ് ടൈപ്പ്. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്? ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണ്. അത് ഞാൻ അവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ABO ഗ്രൂപ്പ് നമുക്കറിയാം, പ്രധാനമായിട്ടും 4 ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത് കേട്ടോ. 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് നമ്മൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുക കേട്ടോ. ABO. അപ്പൊ ABO എന്ന് കേൾക്കുമ്പോൾ Aയും Bയും Oയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നതെങ്കിലും 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത് കേട്ടോ. ഇതൊക്കെയാണ് A ഉണ്ട്, B ഉണ്ട്, AB, O കേട്ടോ. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ് ആണ് കേട്ടോ ഉള്ളത്. നമുക്ക് അറിയാവുന്നതാണ് A, B, AB, O. അങ്ങനെ 4 ബ്ലഡ് ഗ്രൂപ്പ്. പൊതുവെ നമ്മൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ആദ്യത്തെ ടെസ്റ്റ് അതാണ്, ഗ്രൂപ്പ് ടെസ്റ്റ് അല്ലെ. നമുക്കറിയാം കൃത്യമായിട്ട് കറക്റ്റ് ഗ്രൂപ്പിംഗ് മാച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പിംഗ് ടെസ്റ്റ് ആണ് കേട്ടോ. ABO ഗ്രൂപ്പ് A ആണോ B ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ്, എന്റെ വെച്ച് എക്സാമ്പിൾ പറയാം. എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ് ആണ്. പോസിറ്റീവ് or നെഗറ്റീവ് അവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു A ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A ആണെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലായത്? അതായത് എന്റെ ബ്ലഡ് ലാബ് ടെസ്റ്റിങ്ങിന് കൊടുത്തു. ടെസ്റ്റിങ്ങിന് കൊടുത്തപ്പോ അതിനകത്ത് ആന്റിജൻ Aയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. എന്താണ്? ആന്റിജൻ Aയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അനുമാനിക്കുകയാണ്? A ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി വേറൊരാളുടെ ബ്ലഡ് എടുത്തു, അത് ലാബ് ടെസ്റ്റിന് വിധേയമാക്കിയപ്പോ ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിജൻ Bയുടെ സാന്നിധ്യമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. B എന്ന ആന്റിജന്റെ സാന്നിധ്യമാണ് അവർക്ക് ടെസ്റ്റിങ്ങിലൂടെ കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്തു? അദ്ദേഹം B ഗ്രൂപ്പിൽ പെട്ട ആളാണെന്ന് കൺക്ലൂഡ് ചെയ്തു. ഇനി വേറൊരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിനകത്ത് ആന്റിജൻ Aയുടെയും Bയുടെയും സാന്നിധ്യം കണ്ടെത്താനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്തു? അദ്ദേഹം AB എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെട്ട ആളാണ്. ഓക്കെ, ഇനി വേറൊരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് ഒരു ആന്റിജനും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആന്റിജൻസ് ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അത് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു? O ഗ്രൂപ്പ് ആയിരുന്നു കേട്ടോ. ഏതാണ്? O ഗ്രൂപ്പ് ആയിരുന്നു. എന്ന് പറഞ്ഞാല് A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് A എന്ന ആന്റിജനും B എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് B എന്ന ആന്റിജനും AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് Aയും Bയും എന്ന ആന്റിജനും. ഇനി ആന്റിജൻസുകൾ ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ O ഗ്രൂപ്പ് എന്നും പറയുന്നത്.
ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ വേണമെങ്കിൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ദ ബ്ലഡ് ഗ്രൂപ്പ് വിത്തൗട്ട് ആന്റിജൻസ്, ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ആ ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ് ആണ് കേട്ടോ. ചോദിക്കാം O ഗ്രൂപ്പ്. ക്ലിയർ ആയോ? മനസ്സിലായോ? എപ്പോഴും ഓർക്കാം, എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എ എന്ന ആന്റിജൻ, ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ബി എന്ന ആന്റിജൻ, എ ബി ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എയും ബിയും എന്ന ആന്റിജനും. ഇനി ആന്റിജൻസ് ഒന്നുമില്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എന്ന് കണ്ടാൽ ഓർത്തോ, അത് O ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ആ ഒരു എ ബി ഗ്രൂപ്പിംഗ് ടെസ്റ്റുകൾ അവിടെ നടത്തുന്നുണ്ട്. അത് ഒന്നാമത്തെ ടെസ്റ്റിംഗ് കേട്ടോ. രണ്ടാമത്തേതാണ് RH ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. എന്താണ് RH ടൈപ്പിംഗ് ടെസ്റ്റ്? RH എന്ന് പറഞ്ഞാല് റീസസ് എന്നാണ് കേട്ടോ. എന്താണ്? റീസസ്, RHESUS, റീസസ്. എന്താണ് RH ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ബ്രാക്കറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആന്റിജൻ. നമ്മളിപ്പോ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു, ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം. നമ്മൾ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് സ്പെസിഫൈ ചെയ്ത് പറയില്ലേ? എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ഇ നെഗറ്റീവ്, അല്ലെങ്കിൽ O പോസിറ്റീവ്, O നെഗറ്റീവ്. അങ്ങനെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? RH ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. എന്ന് പറഞ്ഞാല് ഒരു ബ്ലഡ് ഗ്രൂപ്പിനകത്ത് RH ഫാക്ടർ ഉണ്ടെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കാം, RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, RH is present, then it is a positive group. അതേസമയം if there is no RH factor ഇല്ല എങ്കിൽ that is negative group. ക്ലിയർ ആയോ പറഞ്ഞത്? RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്, RH ഫാക്ടർ ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണ്. ഞാൻ എ പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാല് എന്റെ ബ്ലഡിനകത്ത് RH ഉണ്ട്, RH ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് ഞാൻ എ പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനിയിപ്പോ എ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിനകത്ത് RH ഫാക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് അത് നെഗറ്റീവ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയി? അപ്പൊ നിങ്ങളോട് ചോദിക്കാം കേട്ടോ, വിച്ച് ഫാക്ടർ ഡിറ്റർമിൻസ് ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓഫ് ദ ബ്ലഡ് ഗ്രൂപ്പ് കേട്ടോ. ഒരു ബ്ലഡ് ഗ്രൂപ്പിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഏത് ഫാക്ടർ ആണ്? അത് RH ഫാക്ടർ ആണ് കേട്ടോ. റീസസ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം കേട്ടോ. R ക്യാപിറ്റൽ R സ്മോൾ h എന്നാണ് പറയാ കേട്ടോ. RH എന്ന് പറഞ്ഞ റീസസ് ഫാക്ടർ ആണ് കേട്ടോ. അതായത് RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഗ്രൂപ്പ് ആണ്. RH ഫാക്ടർ ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ഗ്രൂപ്പ് ആണ് കേട്ടോ. പണ്ട് നമ്മുടെ റീസസ് കുരങ്ങുകളുണ്ട്, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും റീസസ് കുരങ്ങുകൾ. അതിനകത്താണ് ഇതിന്റെ പരീക്ഷണം നടത്തിയത്. അപ്പൊ പരീക്ഷണം നടത്തിയപ്പോ ആ ഒരു കുരങ്ങിൽ നടത്തിയ പരീക്ഷണത്തിൽ നിന്നാണ് ഈ ഒരു ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് RH എന്ന് പറയുന്നത് കേട്ടോ. RH ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞല്ലോ, മനസ്സിലായില്ലേ? RH എന്താണ്? RH എന്ന് പറഞ്ഞാല് റീസസ് എന്നാണ് കേട്ടോ. റീസസ്, ക്ലാസ് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാര്യം ഒരു 2-3 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദയവേത് ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഒത്തിരി സമയം നമുക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. RH എന്ന് പറയുന്നത് റീസസ് ഫാക്ടർ ആണ് കേട്ടോ. അതായത് RH ഫാക്ടർ ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, എ ഗ്രൂപ്പ് ഉണ്ട്, ആ എ ഗ്രൂപ്പ് എടുത്തു, അതിനകത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ RH ഫാക്ടർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് എ പോസിറ്റീവ് എന്നാണ് നമ്മൾ പറയുന്നത്. RH ഫാക്ടർ ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒരു ബ്ലഡ് ഗ്രൂപ്പ് എടുത്തത് എ ഗ്രൂപ്പ് ആണ്, പക്ഷെ RH ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ അതിനകത്ത് RH ഫാക്ടർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോ ഇറ്റ് ഈസ് എ നെഗറ്റീവ്, അത് എ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ 2 ടെസ്റ്റിങ്ങൾ കഴിഞ്ഞു കേട്ടോ, ഗ്രൂപ്പിംഗ് ടെസ്റ്റുകളും അതുപോലെ തന്നെ RH ഫാക്ടർ ഉണ്ടോ ഇല്ലെന്നുള്ള ടെസ്റ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്തു. അടുത്തത് കേട്ടോ, മൂന്നാമത് നമ്മളൊരു ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്ന പ്രാഥമിക പരിശോധനകളാണ് കേട്ടോ. അതിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ടെസ്റ്റിംഗ് എന്താണെന്ന് നോക്കിയേ. സ്ക്രീനിങ് ഫോർ any accidental red blood cell antibodies that may cause complications in the recipient. That is a transfusion reaction test. എന്താണ് പറയുന്നത്? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് that may cause the complications in the recipient. That is a transfusion reaction test. അതായത് നമ്മുടെ സ്വീകർത്താവില് ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തിയില് സങ്കീർണതകൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളും ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടെ പറയാം, ബ്ലഡ് സ്വീകരിക്കുന്ന വ്യക്തിയില് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, സങ്കീർണതകൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ചില ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡികളുടെ സാന്നിധ്യമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ, സ്ക്രീനിങ് ടെസ്റ്റുകളാണ് കേട്ടോ. അത്തരത്തിലുള്ള ടെസ്റ്റുകളും എവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്.
അതിന് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വേറൊരാളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. കാര്യം ബ്ലഡ് ഗ്രൂപ്പ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ ബ്ലഡ് സ്വീകരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഫോറിൻ ബ്ലഡ് ആണ് അല്ലെ, എന്റെ ബോഡിയുടെ അല്ലാത്തൊരു ബ്ലഡ് ആണ് ഞാൻ സ്വീകരിക്കുന്നത്. അപ്പൊ അത് എന്റെ ശരീരത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, ചെറിയൊരു റിയാക്ഷൻസ് ഒക്കെ എന്റെ ശരീരത്തിൽ ഉണ്ടാവാം. ചിലപ്പോൾ എനിക്ക് ചെറിയൊരു ഷിവറിങ് പോലെയോ അല്ലെങ്കിൽ ഒരു ഷേക്കിംഗ് പോലെയോ അല്ലെങ്കിൽ ഒരു ഹെഡ് ഏക്ക് പോലെയോ ഒക്കെ എനിക്ക് വരാം. ഓക്കെ, അതിനൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. പോസിറ്റീവ് ആയിട്ടുള്ളതല്ല, പ്രതികൂലമായിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെ ബ്ലഡ് ഒക്കെ സ്വീകരിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ചില റിയാക്ഷൻസ് ഉള്ളത്. മൈൽഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് തൊട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് വരെ ഉണ്ട്. ചെറിയ റിയാക്ഷൻസ് ആണ്. ഇപ്പൊ ഷിവറിന് ഷേക്കിംഗ് എന്നൊക്കെ പറയുന്നത്, നമുക്ക് അതിന്റെ ഒരു തണുപ്പ് പോലെ അനുഭവപ്പെടുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ചെറിയ ചെറിയ മൈൽഡ് ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് വരെ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് സ്വീകരിച്ച ഉടനെ തന്നെ മറ്റെന്തെങ്കിലും അസുഖം വരെയോ അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുക, ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള കേസുകൾ വരെ ഉണ്ടാവാം. എപ്പോഴും ഉണ്ടാവുന്നല്ല, ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തില് സങ്കീർണതകൾ ഉണ്ടായേക്കാനിടയുള്ള ചില റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ്. റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്ന് പറഞ്ഞാല് അത്തരം റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ഉള്ള ഒരാളുടെ രക്തമാണ് നമ്മൾ വേറൊരാളുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നതിരിക്കുന്നത്. അപ്പൊ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ, ഈ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ ഇതിൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതെന്തെന്ന് വെച്ചാൽ സ്വീകരിക്കുന്ന ആളുടെ RBCനെ, അതായത് റെഡ് ബ്ലഡ് സെല്ലിനെ അത് നശിപ്പിച്ചു കളയും, അറ്റാക്ക് ചെയ്യും. ഓക്കെ, അയാളുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള റെഡ് ബ്ലഡ് സെല്ല് ഉണ്ടല്ലോ, അതിനെ പിടിച്ചിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സംഭവിക്കും സ്വീകരിക്കുന്ന ആളുടെ കാര്യം ബുദ്ധിമുട്ടിലാവും അല്ലെ. അതൊക്കെ സംഭവിക്കുന്നല്ല, അങ്ങനെ വലിയ ഏതെങ്കിലും തരത്തിലുള്ള റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ ടെസ്റ്റിങ്ങിൽ എങ്ങാനും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബ്ലഡ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഡൊണേറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പൊ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മളൊരു വ്യക്തിയിലോട്ട് അത് ട്രാൻസ്ഫ്യൂഷൻ നടത്തൂ. പിന്നെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ എന്നാണ് പൊതുവെ പറയുക കേട്ടോ. പിന്നെ വരുന്നത് സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻസ് കേട്ടോ. നിലവിലുള്ളതോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നതോ ആയിട്ടുള്ള ചില ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റുകൾ എവിടെ നടത്തുന്നുണ്ട്? ബ്ലഡ് ബാങ്കിനകത്ത് നടത്തുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പൊ 3 ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഗ്രൂപ്പിംഗ് ടെസ്റ്റുകള്, പിന്നെ വരുന്നത് RH ടെസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ടെസ്റ്റുകളാണ് RH ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ബ്ലഡ് ബാങ്ക് എന്താണെന്ന് പറഞ്ഞു, ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് പഠിച്ചു, ഐഡിയൽ ലൊക്കേഷൻ, ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു, ഓർഗാനോഗ്രാം പഠിച്ചു, പിന്നെ 2-3 ടെസ്റ്റുകൾ, പ്രാഥമിക പരിശോധനകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആയി കേട്ടോ. മൊഡ്യൂൾ 1-നകത്ത് എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ എന്തായിരുന്നു ക്ലാസിഫിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ്, ICU, ഇത്രയും ചാപ്റ്ററുകളാണ് എനിക്ക് അസൈൻ ചെയ്ത് തന്നത് കേട്ടോ മൊഡ്യൂൾ 1-നകത്ത്. അത് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ മൊഡ്യൂൾ 2-നകത്തോട്ട് കടന്നത് കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 2-നകത്ത് എനിക്കിനി ബ്ലഡ് ബാങ്ക് എടുക്കാനുണ്ട്, ലബോറട്ടറി സർവീസസ് എടുക്കാനുണ്ട്, ഡയാലിസിസ് ഉണ്ട്, പിന്നെ സ്പില്ലേജ് വേസ്റ്റ്, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സുകൾ എടുക്കാനുണ്ട് കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ ക്ലാസ്? മനസ്സിലായില്ലേ? എന്ന് വായിച്ചു നോക്കണം കേട്ടോ. ക്ലാസ് മാത്രം കേട്ടോണ്ട് കാര്യമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം വായിക്കണം കേട്ടോ. ഒരു ദിവസം പോലും വായിക്കാതിരിക്കരുത്. നിങ്ങൾ അത് എന്താ പറയാ, ഏതാണ് ഐശ്വര്യ ലാസ്റ്റ് പോയിന്റ് ഏതാണ് നമ്മൾ പറഞ്ഞത്? ഇതാണോ? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ ആണോ? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് ദാറ്റ് മേ കോസ് ദ കോംപ്ലിക്കേഷൻ ഇൻ ദ റെസിപ്പിയന്റ്. അതായത് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകളുണ്ട്. അതിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നറിയാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസുകൾ ഉണ്ടെങ്കിൽ
അത് നമ്മൾ സ്വീകരിക്കുന്ന ആളുടെ, അതായത് നമ്മൾ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിലേക്ക് റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് വന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി അവരുടെ ശരീരത്തിലുള്ള ആർബീസിനെ നശിപ്പിച്ചു കളയും, അറ്റാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത്തിരി അപകടം പിടിച്ച ഒരാളാണ് ഈ റെഡ് ബ്ലഡ് സെൽ ആന്റിബോഡീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വല്ലതും ആ ബ്ലഡിനകത്ത് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റിങ് നോക്കൂ, സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആ ബ്ലഡ് രോഗിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യൂ കേട്ടോ. അതാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ വായിക്കാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.